നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകൾ എന്ത് തൊട്ടാലും അത് പൊന്നായിട്ട് മാറും. എന്ത് ബിസിനസ് ചെയ്താലും അവർ വിജയിക്കും. പക്ഷേ നമ്മളിൽ പലരും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും രാപ്പകലില്ലാതെ അധ്വാനിച്ചാലും എപ്പോഴും പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാത്രം ബാക്കിയാകുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളറിയാതെ തന്നെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ സ്വന്തം ചിന്തകൾ എങ്ങനെയാണ് നമുക്ക് തന്നെ ശത്രുവായിട്ട് മാറുന്നത് എന്നും ആ ചിന്തകളെ വളരെ എളുപ്പത്തിൽ മാറ്റി പ്രോഗ്രാം ചെയ്ത് വിജയത്തെയും സമ്പത്തിനെയും എല്ലാം എങ്ങനെ ആകർഷിക്കാം എന്നും നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള ഈ പരിശീലന പരമ്പരയുടെ 3-ാം ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ ഭാഗങ്ങൾ കൂടി ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഐ ബോക്സിൽ ക്ലിപ്പ് ചെയ്തേക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന അദൃശ്യ ചങ്ങലകൾ എന്തെല്ലാമാണ് എന്നും നമ്മുടെ തലച്ചോറിലെ റാസ് എന്നുള്ള ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് നമ്മൾ അതായത് കഴിഞ്ഞ അധ്യായങ്ങളിൽ സംസാരിച്ചിരിക്കുന്നത്. അതുകൂടി കാണുമ്പോൾ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ ശാസ്ത്രീയ വശം നിങ്ങൾക്ക് മനസ്സിലാവൂ. എങ്കിലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഇന്നു മുതൽ തന്നെ പ്രായോഗികമാക്കാനും കഴിയുന്ന വിധത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്ന അസൈൻമെൻറ്റ്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള നന്ദി പ്രകടിപ്പിക്കലും അതുപോലെ നെഗറ്റീവ് ചിന്തകളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു ടെക്നിക്കും നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. നിങ്ങളത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകും, അല്ലേ? എന്നാൽ നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രധാന പ്രശ്നം അറിയാമോ? അതെന്താണെന്ന്? അതായത് നമ്മൾ പോസിറ്റീവ് ആകാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഇടയ്ക്ക് വെച്ച് വീണ്ടും ആ പഴയ നെഗറ്റീവ് ചിന്തകൾ ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരും. അതായത് എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കില്ല, എൻ്റെ കടങ്ങൾ എങ്ങനെ തീർക്കും, എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവുമില്ല എന്നൊക്കെ മനസ്സ് വീണ്ടും വീണ്ടും നിങ്ങളോട് മന്ത്രിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ മനസ്സിനെ ഒരിക്കലും പൂർണ്ണമാക്കി ശൂന്യമായിട്ട് വയ്ക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അവിടെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അതിനോട് പൊരുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഞാൻ പൂർണ്ണമായിട്ടും പോസിറ്റീവാകും എന്നൊക്കെ നമ്മൾ വാശി പിടിക്കും. പക്ഷേ സത്യത്തിൽ നമ്മൾ എത്രമാത്രം അതിനെ എതിർക്കുന്നുണ്ടോ അത്രമാത്രം ആ നെഗറ്റീവ് ചിന്തകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവം. ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിരിക്കുന്ന മുറിയിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഗന്ധം, അതായത് ഒരു ദുർഗന്ധം ഉണ്ട് എന്ന് കരുതുക. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ദുർഗന്ധം അവിടെ നിന്ന് മാറുന്നേയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ആ ദുർഗന്ധത്തോട് യുദ്ധം ചെയ്യോ? അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിങ്ങൾക്കറിയാം. പകരം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നല്ല സുഗന്ധമുള്ള കുറച്ച് പൂക്കളോ അതല്ല എങ്കിൽ കുറച്ച് പെർഫ്യൂമോ ഒക്കെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ തുടങ്ങും, അല്ലേ? അല്ലെങ്കിൽ നല്ലൊരു ചന്ദനത്തിരി അവിടെ കത്തിച്ച് വയ്ക്കും, അഗർബത്തി അവിടെ കത്തിച്ച് വയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ദുർഗന്ധം അവിടെ തന്നെ ഉണ്ട് എങ്കിൽ പോലും ഈ പുതിയ സുഗന്ധത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ അതിന് അധികമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ഇല്ലാതായി പോകും.
നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ശക്തമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കൊരേ ഒരു വഴിയേ ഉള്ളൂ. അതായത് അതിനേക്കാൾ ശക്തമായ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ മനഃപൂർവ്വം തന്നെ, അതായത് ബോധപൂർവം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ബോധപൂർവം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിരന്തരം ഇട്ടുകൊടുക്കുന്ന ശക്തമായ വാചകങ്ങളെയാണ് മനഃശാസ്ത്രത്തിലെ നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയാം, നമ്മുടെ മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അഫർമേഷനുകൾ. അതായത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ മറ്റുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ മനസ്സ് പരാജയങ്ങളെ ആകർഷിക്കാൻ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇന്നു മുതൽ നമ്മൾ നമുക്ക് തന്നെ നിരന്തരം പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ആ വിജയത്തെ ഒരു കാന്തം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും, അല്ലേ? അതിനു വേണ്ടി നിങ്ങൾ പുതിയ വാചകങ്ങളൊന്നും കണ്ടുപിടിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. അവിടെ മുൻകൂട്ടി തയ്യാറാക്കിയ വളരെ ശക്തമായിട്ടുള്ള ചില റെഡിമെയ്ഡ് വാചകങ്ങൾ തന്നെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഒരു അഫർമേഷൻ എപ്പോഴും പണ്ട് നടന്ന ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഇനി എപ്പോഴൊക്കെയോ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടോ ആയിരിക്കരുത്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കണം. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസിലെ എനിക്ക് പണം കിട്ടും എന്നല്ല പറയേണ്ടത്, മറിച്ച് എനിക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ അഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, വളരെ വ്യക്തിപരമായിട്ട്. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ആവർത്തിച്ച് കൊടുക്കുക. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ ഒരൊറ്റ വാചകത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്, അല്ലേ? നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ, അനുകൂലമായിട്ടുള്ള ബിസിനസ് സാഹചര്യങ്ങൾ, സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുകളും ആരോഗ്യവും. അപ്പോൾ ഈ ഒരു അഫർമേഷൻ നിരന്തരം മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പുതിയ സാധ്യതകളെയും അവസരങ്ങളെയും ഒക്കെ കാണാൻ തുടങ്ങും, അവയെ ശ്രദ്ധിക്കാൻ തുടങ്ങും. പലരും ഈ അഫർമേഷൻസ് വെറുതെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല, പക്ഷേ അതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി ഫലം തരുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരുടെ ശബ്ദമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ആരുടെ വാക്കുകളാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റാരുടേതുമല്ല, നിങ്ങളുടെ തന്നെ സ്വന്തം ശബ്ദമാണ്, നിങ്ങളുടെ തന്നെ സ്വന്തം വാക്കുകളാണ്. അതുകൊണ്ട് ഈ ആഴ്ച ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റ് ഇനി പറയാം. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആ വോയിസ് റെക്കോർഡർ ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് വളരെ ഊർജത്തോടു കൂടി, നല്ല ശക്തമായിട്ട്, വലിയ സന്തോഷത്തോടു കൂടി, വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ് വാചകം അതിൽ റെക്കോർഡ് ചെയ്യണം. അതായത് എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു 4-5 വാചകങ്ങൾ ആവശ്യമെങ്കിൽ ഇതിനോടൊപ്പം ചേർക്കാം. ഉദാഹരണത്തിന്, എൻ്റെ ആരോഗ്യം ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ഊഷ്മളമായിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ പഠനം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വളരെ നല്ലൊരു ജോലി വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്നില്ലേ, ഇത് നിരന്തരം കേൾക്കുക എന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണ് കേൾക്കേണ്ടത്? നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കഴിയുന്നിടത്തോളം ഇത് കേൾക്കരുത്. കാരണം ആ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ബ്രെയിൻ ഒരു മയക്കത്തിലേക്ക് പോയേക്കാം. അതിലപ്പുറം രാവിലെ നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു 45 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഒക്കെ ഇത് നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കാം. വർക്കൗട്ടിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡംബിൾ എക്സർസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓടുന്ന സമയത്ത്, ത്രെഡ്മില്ലൊക്കെ ആണെങ്കിൽ ഓടുന്ന സമയത്ത്, അല്ലാതെ ഓടുന്ന സമയത്താണെങ്കിൽ ശരി, ഇയർഫോണിലൂടെ ഇത് കേൾക്കാം, ഹെഡ്ഫോണിലൂടെ ഇത് കേൾക്കാം. ഇനി അതുമല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് വെറുതെ കേട്ടുകൊണ്ടേയിരിക്കാം. ഇനി മൂന്നാമത്തെ ഘട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമയം കൂടിയുണ്ട്. എപ്പോഴാണെന്നറിയാമോ? രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപുള്ള ആ സുവർണ നിമിഷങ്ങൾ. ആ സമയത്ത് കണ്ണുകളടച്ച് വളരെ റിലാക്സ്ഡായിട്ട് നിങ്ങളുടെ തന്നെ ശബ്ദത്തിലുള്ള ഈ പോസിറ്റീവ് നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ശാന്തമായിട്ട് ഉറക്കത്തിലേക്ക് പോവുക. ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ദുർഗന്ധമുള്ള മുറിയിലേക്ക് നമ്മൾ ആദ്യം വെച്ച നല്ല സുഗന്ധമുള്ള പൂക്കളില്ലേ, അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകൾക്ക് അധികകാലം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാവും. പകരം ആ വിജയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ വളരെ വലിയ ഒരു എനർജി നിങ്ങളിൽ നിറയുന്നത് നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. നോക്കൂ, നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ തന്നെ നിരന്തരമായിട്ടുള്ള ചിന്തകളുടെ സൃഷ്ടിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, വിജയങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ തന്നെ പ്രതികൂല ചിന്തകളെ മാറ്റിയേ മതിയാവൂ. ഈ അഫർമേഷൻ ഇന്ന് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങണം. നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന അശക്തമായ അഫർമേഷൻ വാചകം എന്താണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഇതിന് ചുവടെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കൂ. ആ വാചകം എനിക്കും ഇത് വായിക്കുന്ന ഓരോ വ്യക്തികൾക്കും വളരെ വലിയ ഒരു പ്രചോദനമായി തീരും. ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതേ ചാനലിൽ പോയിട്ട് ആ വീഡിയോകൾ കൂടി ഒന്ന് കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെങ്കിൽ തീർച്ചയായും ഇത് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കണം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കണം. മറ്റൊരു ശക്തമായിട്ടുള്ള വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.